മിമിക്രി കലാകാരന്മാരെയും സിനിമാ കലാകാരന്മാരെയും ഒക്കെ പ്രേക്ഷകർ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. അവരുടെ കുടുംബജീവിതം, അവരുടെ നല്ല ജീവിതം ഒക്കെ തന്നെ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ അത്തരത്തിൽ കോമഡി കഥാപാത്രം ചെയ്യുന്ന മിമിക്രി കലാകാരനായ ഷാജി മാവേലിക്കരയെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുകയാണ്. കയ്യിലൊരു മീനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചെത്തിയിരിക്കുന്നത്. എന്ത് സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത്. അദ്ദേഹം ഈ ചിത്രം പങ്കുവച്ചപ്പോൾ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മിമിക്രി ഉണ്ടെന്നും ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ജീവിതമാർഗം. അതെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. കോമഡി മിമിക്രിയും ഒന്നും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതാണ് എല്ലാവരും പറയുന്നത്. ചർച്ചയായി ഷാജി മാവേലിക്കരയുടെ ചിത്രം വളരെയധികം വൈറലായും തന്നെ നമുക്ക് പറയാനാകുന്നു. കോമഡിയും മിമിക്രിയും ഒന്നും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യത്തുമില്ല. തൊഴിൽപരമായി ചിന്തിച്ചു പ്രവർത്തിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്നും വൈകിയാണെങ്കിലും മനസ്സിലായി എന്നാണ് പറയുന്നത്. ദൈവമേ, ഇതെങ്കിലും കച്ചു പിടിച്ചു തരണേ, ലൈക്ക് അടിച്ചും നിങ്ങൾ സഹായിക്കണേ, അപേക്ഷയായിരുന്നു. ഇതായിരുന്നു ചിത്രത്തിന് താഴെ അടിക്കുറിപ്പായി നൽകുന്നത്. മിമിക്രി കലാകാരനും അഭിനേതാവുമായ ഷാജി മാവേലിക്കര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു ചിത്രമാണ് ചർച്ചയാകുന്നത്. പിടയ്ക്കുന്ന അയരമീനും കയ്യിൽ പിടിച്ച് സൈക്കിളിൽ മീൻ വിൽക്കാൻ പോവുകയാണെന്ന ചിത്രം തരത്തിലാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ തന്നെ വളരെയധികം വൈറലായി. ഇൻസ്റ്റഗ്രാമിലൊന്നും ആക്റ്റീവ് അല്ലാത്ത താരം ഫേസ്ബുക്കിലൂടെയാണ് ഈ വിശേഷം പങ്കുവച്ചത്. എല്ലാവരും നല്ല ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഞാൻ ലൈക്ക് അടിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ലൈക്ക് അടിക്കും. നിങ്ങളുടെ എല്ലാ വാർത്തകൾക്കും ഞങ്ങൾ ലൈക്ക് അടിക്കാറുണ്ട്. നിങ്ങളുടെ കോമഡികൾ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. കോമഡി കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ നടൻ യഥാർത്ഥത്തിൽ ഈ ജോലിയിലേക്ക് തിരിഞ്ഞെന്ന തരത്തിലുള്ള കമന്റുകൾ ചിത്രത്തിന് കൂടുതലും ലഭിക്കുന്നു. തിരക്കുള്ള കലാകാരൻ ഷാജിക്ക് എന്താണ് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഷാജി അഭിനയിക്കുന്ന പുതിയ സിനിമയിലെ കഥാപാത്രത്തിന്റെ ലുക്കായിരുന്നു അതെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അദ്ദേഹം മിമിക്രി കലാകാരനായി മാറുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ കഥാപാത്രത്തിൽ മീൻ കച്ചവടക്കാരനായിട്ടാണ് എത്തുന്നത്. അത് തനിക്ക് വളരെയധികം സ്നേഹം നൽകുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. കോമഡി മിമിക്രിയും ഒന്നുകൊണ്ടും നടന്നിട്ടൊന്നും കാര്യവുമില്ലെന്നും ഒരു മനുഷ്യന് മൈൻഡ് ചെയ്യത്തില്ലെന്നും തൊഴിൽപരമായി ചിന്തിച്ച് പ്രവർത്തിച്ചാലേ ജീവിക്കാൻ പറ്റുമെന്നും വൈകിയാണെങ്കിലും എനിക്കിത് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഇതെങ്കിലും ക്ലച്ച് പിടിക്കണേ, ലൈക്ക് അടിച്ച് നിങ്ങളും സഹായിക്കണേ എന്നുള്ള അപേക്ഷയോടൊപ്പം നാട്ടുകൂട്ടം എന്ന സിനിമയുടെ പേരാണെന്നും സംവിധായകൻ നിർദ്ദേശപ്രകാരമുള്ള വസ്ത്രമാണ് അണിഞ്ഞതെന്നുമാണ് കമന്റുകളിലൂടെ ഷാജിയുടെ പ്രതികരണം. വേഷം കണ്ടപ്പോൾ ഒറിജിനൽ അല്ല എന്ന് മനസ്സിലായി. ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന തൊഴിലിനെ കളിയാക്കരുത് എന്നൊരു കമന്റുമുണ്ട്. ഇതിലെവിടെയാണ് കളിയാക്കുന്നതായിരുന്നു ഷാജിയുടെ മറുപടി. ഞാൻ പറഞ്ഞത് എന്ത് നല്ല തമാശയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, അത് കേൾക്കാത്തവർക്ക് മനസ്സിലാകില്ല. അതിനെ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരത്തിൽ നെഗറ്റീവ് ആക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.